യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലെ ഇരിക്കുന്നു. സ്വർഗീയ പിതാവേ, അങ്ങനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഈ പൽക്കാലത്തിന് നന്ദി പറയുകയാണ്. വായിച്ച വചനത്തെ വാഴ്ത്തി ആസ്വദിക്കണമേ. ശുശ്രൂഷിപ്പാൻ എന്നെ അധികാരപ്പെടുത്തണമേ. അധികാരത്തിൻ്റെ ശുശ്രൂഷണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വർഗീയ പിതാവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. അപ്പോൾ ഒന്ന്, ദൈവത്തിൻ്റെ ദൃഷ്ടിയെക്കുറിച്ച് ഞാൻ പറയാൻ, ഭക്തനെക്കുറിച്ച് പറയാൻ. ദൈവഭക്തനായിരുന്നാൽ ആ ഭക്തനിൽ എന്തൊക്കെ അനുഗ്രഹം ലഭിക്കും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാം. 3 കാര്യം ഷോർട്ടായിട്ട് പറയാനുള്ള സമയമുള്ളൂ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒന്ന്, യഹോവയുടെ ദൃഷ്ടി ആരുടെ മേലായിരിക്കുന്നത്? തൻ്റെ ഭക്തന്മാരുടെ മേൽ. ഭക്തനെക്കുറിച്ച് ഞാൻ അത് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ യഹോവയുടെ ദൃഷ്ടി എവിടെ ഇരിക്കുന്നു? തൻ്റെ ഭക്തന്മാരുടെ മേലാണ് ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 34:15 വായിക്കാം. 1, ഭക്തൻ്റെ മേലിരിക്കുന്നു. 2, എവിടെ ഇരിക്കുന്നു? യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്ക് തുറന്നിരിക്കുന്നു. അപ്പൊ യഹോവയുടെ ദൃഷ്ടി ആരുടെ മേലാണ് ഇരിക്കുന്നത്? നീതിമാന്മാരുടെ മേൽ. നിങ്ങൾ നീതിമാന്മാരാണോ? നീതി പ്രവൃത്തി ചെയ്യുന്നവരാണോ? നന്മ പ്രവൃത്തി ചെയ്യുന്നവരാണോ? എങ്കിൽ ദൈവത്തിൻ്റെ കണ്ണ് നിങ്ങളുടെ മേലിരിക്കും. അറിയാട്ടോ. അപ്പോൾ ഒന്ന്, യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി കാംക്ഷിക്കുന്നവരുടെ മേലിരിക്കുന്നു. 2, 34:15 വായിക്കുമ്പോൾ യഹോവയുടെ ദൃഷ്ടി എവിടെ ഇരിക്കുന്നു? നീതിമാന്മാരുടെ മേലിരിക്കുക. പ്രിയ സഹോദരങ്ങളെ, ഒരു ത്രാസിൽ 2 പടിയുണ്ട്. ഒന്ന് എന്താണ്? ആ ഒരു പടി നമ്മുടെ നല്ല പ്രവൃത്തി, നീതി പ്രവൃത്തി, മറ്റേ പടി വിശ്വാസം. ഇത് 2 ഈക്വലായിട്ട്, സമമായിട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ സാധിക്കത്തുള്ളൂ. പറഞ്ഞോട്ടോ. നമ്മൾ സാധാരണ വിശ്വാസം, രക്ഷ, സ്നാനം ഇതിനെ കുറിച്ച് പറയുന്നാൽ കത്തോലിക്കര് എന്ത് ചെയ്യും? അവർ നന്മ പ്രവൃത്തികൾ, കാരുണ്യ പ്രവൃത്തികൾ ചെയ്യും. അപ്പം ഇത് 2 ഒരേപോലെ ഈക്വലായിട്ട് നാം കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് എവിടെ എത്താൻ വേണ്ടി പറ്റത്തുള്ളൂ? സ്വർഗരാജ്യത്തിൽ എത്തുവാൻ സാധിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 കാര്യങ്ങൾ പറയാണ്. യഹോവയുടെ ദൃഷ്ടി എവിടെ ഇരിക്കുകയാണ്? കണ്ണെവിടെ ഇരിക്കുകയാണ്? 1, ഭക്തന്റെ മേലിരിക്കുകയാണ്. 2, നീതിമാന്മാരുടെ മേലിരിക്കുകയാണ്. ഈ ഭക്തനും നീതിമാനും ഒക്കെ ഞാൻ സമയമുണ്ടെങ്കിൽ ഭക്തൻ എന്താണെന്നും ആരാണ് ഭക്തനാണെന്നും ഞാൻ വിവരിച്ച് പറയുന്നതായിരിക്കും. 3, എവിടെയാണ് യഹോവയുടെ കണ്ണിരിക്കുന്നത്? ഇയ്യോബിന്റെ പുസ്തകം 36:7 എന്ന് വായിക്കാം. അവൻ നീതിമാരിൽ നിന്നും തൻ്റെ കടാശം മാറ്റുകയില്ല. രാജാക്കന്മാരോടുകൂടി അവരെ സിംഹാസനത്തിൽ ഇരുത്തുന്നു. അവർ എന്നേക്ക് ഉയർന്നിരിക്കും. അപ്പോ ദൈവത്തിന്റെ കണ്ണിരിക്കുന്ന ഒരാള് എടുത്തെങ്കിൽ വായിക്കാം. നോക്ക്, നിങ്ങൾ നീതിമാന്മാരാണെങ്കിൽ ദൈവത്തിന്റെ കണ്ണ്, ആ ദൃഷ്ടി നിങ്ങളിൽ നിന്ന് മാറ്റത്തില്ലെന്ന് ഞാനല്ല, സ്വർഗത്തിലെ മഹാദൈവം പറയുകയാണ്. ആരിൽ നിന്ന് മാറ്റത്തില്ല. നിങ്ങൾ നീതിമാന്മാരാണെങ്കിൽ ദൈവത്തിന്റെ ദൃഷ്ടി നിങ്ങളിൽ നിന്ന് മാറ്റത്തില്ല. എന്തിനു വേണ്ടിയാ മാറ്റാതെ ഇരിക്കുന്നത്? താഴെ വായിച്ചാൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ നീതിമാന്മാരാണെങ്കിൽ ദൈവത്തിന്റെ ദൃഷ്ടി നിങ്ങളുടെ മേലിരിക്കും. രാജാക്കന്മാരോടുകൂടി നിങ്ങളെ സിംഹാസനത്തിൽ ഇരുത്തും. ഞാനല്ല, സ്വർഗത്തിലെ ദൈവം പറയുക. വചനത്തിന്റെ പുള്ളിക്ക് ഒരു മാറ്റമില്ല. അപ്പോൾ എവിടെ ഇരുത്താമെന്ന? രാജാക്കന്മാരോടുകൂടി ഇരുത്തുമെന്ന. എന്തിനു വേണ്ടി ദൈവത്തിന്റെ ദൃഷ്ടി വച്ചിരിക്കുന്നു? ദൈവത്തിന്റെ ദൃഷ്ടി നീതിമാന്മാരുടെ മേലാണ് ഇരിക്കുന്നത്. രാജാക്കന്മാരോടുകൂടി നമ്മെ ഇരുത്തുവാൻ മാത്രമല്ല. എൻ്റെ താഴോട്ടൊന്ന് വായിച്ചേ. അപ്പോൾ എന്നേക്ക് എന്ത് ചെയ്യുന്നു? ഉയർന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മളെ നിങ്ങൾ ദൈവത്തിന്റെ ദൃഷ്ടി ഇരുന്നാൽ നാം താഴോട്ടല്ല പോകുന്നത്, ഉയരിലെ മുകളിലേക്ക് പോകും.
നാം നമ്മെ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. നാം ഉയരത്തിലേക്ക് പോകണമെങ്കിൽ, ഉയർന്നിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ദൃഷ്ടി നമ്മുടെ മേലിരിക്കണം. നമ്മുടെ മേലിരുന്നാൽ എന്ത് ചെയ്യും? നമുക്ക് താഴ്ചയല്ല, ഉയർച്ച തന്നെ പ്രാപിക്കും. രാജാക്കന്മാരോടുകൂടി ഇരുത്തും. നോക്ക്, ഞാൻ ചെറിയ ജോലിയാണ് ചെയ്യുന്നെങ്കിലും ഉന്നതന്മാരോടുകൂടി ഇരിപ്പാൻ, ഉന്നതന്മാരോട് സുവിശേഷം പറയുവാൻ ദൈവം എന്നെ അധികാരപ്പെടുത്തിയിട്ടുണ്ട്. അറിഞ്ഞാടോ, എന്നെ അധികാരപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഉയർന്നിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ടായിരിക്കണം. നമ്മുടെ മേലുണ്ടായിരുന്നാൽ നമ്മൾ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കില്ല. സദൃശവാക്യം 22:12 കൂടെ വായിച്ച്, അവിടെ പറഞ്ഞിരിക്കുന്നത് യഹോവയുടെ കണ്ണ് പരിജ്ഞാനമുള്ളവനെ കാക്കുന്നു. അപ്പം കണ്ണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആരെയാ കാക്കുന്നത്? പരിജ്ഞാനമുള്ളവനെ. അറിഞ്ഞാട്ടോ, യഹോവയുടെ കണ്ണ് പരിജ്ഞാനമുള്ളവനെ കാക്കുന്നു. ദ്രോഹിയുടെ വാക്കോ അവൻ മറിച്ച് കളയുന്നു. അവനെന്ത് ചെയ്യുന്നു? മറച്ച് കളയുന്നു. ഇന്ന് ഫൽക്കാലം നോക്ക്, നിങ്ങൾ പരിജ്ഞാനമുള്ളവരാണ്. സമയത്തിന് പരിജ്ഞാനമുണ്ട്, ശുശ്രൂഷകൾക്ക് പരിജ്ഞാനമുണ്ട്. ഇതെല്ലാം പരിജ്ഞാനത്തിൽ ചെയ്താൽ അങ്ങനെ ഉള്ളവരെയാണ് ദൈവം കാക്കുന്നത്. മനസ്സിലാക്കണം, യഹോവയുടെ കണ്ണ് പരിജ്ഞാനമുള്ളവരെ കാക്കുന്നു. അപ്പം നാം എന്തുണ്ടായിരിക്കണം? പരിജ്ഞാനമുള്ള, ദൈവവചനത്തിൽ പരിജ്ഞാനമുള്ളവരായിരിക്കണം. നാം ദൈവത്തിൻ്റെ വചനത്തിൽ എന്തുണ്ടായിരിക്കണം? പരിജ്ഞാനമുള്ളവരിക്കും. പരിജ്ഞാനം. അപ്പം ജ്ഞാനം വേറെ, പരിജ്ഞാനം വേറെ. ഇപ്പം നിങ്ങൾക്ക് വീട്ടിൽ ജോലി ചെയ്യുന്നവരാണ്. ഇന്നിവിടെ ഇപ്പം മാസയോഗമുണ്ട്, 100 പേരെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പം 100 നിങ്ങൾ ഈ ജോലി ചെയ്ത് അതിലുള്ള എക്സ്പീരിയൻസ് മുഖേന 100 പേർക്ക് ഇത്ര അരി വേണം, ഇത്ര ചിക്കൻ വേണം, ഇത്ര ഇന്നത് വേണം, അറിയത്തില്ലേ? അത് നിങ്ങൾ ചെയ്യുന്ന ആ ജോലിയിൽ നിന്നുള്ള പരിജ്ഞാനമാണ്. അപ്പം എന്തുണ്ടായിരിക്കണം? ദൈവവചനത്തിൽ പരിജ്ഞാനമുണ്ടായിരിക്കണം. ആ ദൈവവചനത്തിന് പരിജ്ഞാനമുള്ള ഒരാളെയാണ് ദൈവം കേൾക്കുന്നത്. ദ്രോഹികളുടെ വാക്കോ അവൻ മറിച്ച് കളയും. ഇനി ഒരു വാക്യം കൂടി മാത്രമേ ഇത് പറഞ്ഞിട്ട് ഞാനിവിടെ അവസാനിപ്പിക്കാം. ഓക്കെ,